പറമ്പിൽ പുഷ്പൻ മരിച്ചപ്പോ പുഷ്പന്റെ ഡെഡ് ബോഡി കാണാൻ MV നികേഷ് കുമാർ. ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു മ്യൂസിക് ഇടേണ്ടത്. പുഷ്പനെ അറിയാമോ? ആ പാട്ട് അപ്പോഴാണ് ഇടേണ്ടത്. ഞങ്ങൾക്ക് പുഷ്പനെ അറിയാം. അറിയാത്തത് എൻ്റെ നേതാവ് നികേഷ് കുമാറിനാണ്. അവന്റെ അച്ഛന്റെ പേരിലാണ് ഈ കോലത്തിൽ അവൻ കിടക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക് ഇത് സത്യസന്ധതയാണ് ഉള്ളത്. എത്ര പാവങ്ങളെ കൊലക്ക് കൊടുത്തു നിങ്ങൾ? എത്ര പേര് മരിച്ചു? എത്ര കുടുംബങ്ങൾ അനാഥമായി? നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരുടെ ബിനാമി പണമടം അടക്കം വെളുപ്പിക്കാൻ അതല്ലേ വലിയ വിഷയമായി വന്നത്? വേറെന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ആതുര കേന്ദ്രം, മനുഷ്യർക്ക് ഉപകാരമുള്ള ഒന്ന്. ആകെ ഒരു AKG സെന്റർ, ഒരു AKG ആശുപത്രി ഉണ്ട്. വെട്ടും കുത്തും കൊള്ളു വരുന്നു എന്നെ തുന്നി കെട്ടാൻ ഒരു സ്ഥലം. വേറെ എന്ത്? എത്ര വലിയ ശക്തിയാണ് നിങ്ങൾ? എത്ര വലിയ പവറാണ് ഈ പറയുന്ന പ്രദേശത്ത്? നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ട്? ഇവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കുത്തിത്തിരിപ്പും എതിർപ്പും കൊള്ളയും സഹിച്ച് കുറെ ചെറുപ്പക്കാർ ഉണ്ടാക്കി വെക്കുന്നത് എന്ത് എന്ന് ലീഗ് രാഷ്ട്രീയത്തെ കണ്ടു പഠിക്ക്. നിങ്ങൾ ലീഗിൽ വരണമെന്നും ഞങ്ങൾ വരില്ല, പക്ഷെ പഠിക്ക്. നിങ്ങളും ഞങ്ങളും തമ്മിൽ ആ തരത്തിലൊരു മത്സരം നടക്കട്ടെ. നാട് നന്നാവൂലേ? ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവൂലേ? ആളുകൾക്ക് വിവരം വെക്കൂലേ? വിവരം വെച്ച് അങ്ങക്ക് ആളെ കിട്ടൂല എന്നുള്ള ബേജാറിലുണ്ടല്ലേ ഈ പണി ചെയ്യുന്നത്. ആളുകളെ പഠിപ്പിക്കാത്തത്, അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തത്. ഞാൻ ഒരൊറ്റ കാര്യം എന്റെ സുഹൃത്തുക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്. ഇത് CPM സഖാക്കളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാം? ഞങ്ങള് BJPക്ക് അകത്ത് നിന്ന് അതിന്റെ നേതൃപദത്തിൽ നിൽക്കുന്നവൻ പടിയിറങ്ങി തുടങ്ങുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ കോൺഗ്രസിൽ നിന്ന് അധികാരം കിട്ടാതെ അതിന്റെ പേരിൽ ആളുകൾ ഇറങ്ങിപ്പോകുന്നു, ബഹളം ഉണ്ടാക്കുന്നു, വേറെ പാർട്ടി പോകുന്നു. 60 കൊല്ലമായി BJPക്കാരാ, CPMകാരാ. നീയും മനസ്സിലാക്ക്, 60 കൊല്ലം ഈ രാജ്യം ഭരിച്ച അധികാരത്തിന്റെ കുഞ്ഞിക സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന, ഇപ്പോഴും സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അതിനകത്ത് പടലപ്പിണക്കങ്ങൾ, അധികാര തർക്കങ്ങൾ ഉണ്ടാവുന്നത് എത്ര സ്വാഭാവികമാണ് എന്ന് നിങ്ങൾക്കറിയണമോ? കേവലം 10 കൊല്ലം അധികാരം കിട്ടുമ്പോഴേക്കും BJPയിൽ വന്നിട്ടുള്ള ഈ കുഴപ്പങ്ങൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ പരിശോധിച്ചാൽ മതി. ഇനി ഈ പറയുന്ന സന്ദീപ് വാര്യർ മാത്രമാണോ? കഴിഞ്ഞ പാർലമെന്റ് ലിസ്റ്റ് പുറത്തിറക്കുമ്പോ CK പത്മനാഭൻ, CPMന്റെ BJPയുടെ ഏറ്റവും വലിയ നേതാവ് CK പത്മനാഭൻ എന്താ പറഞ്ഞത്? ഞങ്ങളൊക്കെ കുറെ കാലമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണ്. ഇപ്പൊ ഓരോരുത്തർ വരികയാണ്. ശോഭാ സുരേന്ദ്രൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിൽ പൂർണ്ണ സംതൃപ്തിയിലാണോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിരുന്നത് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ദുർബലതയുണ്ട്, കോൺഗ്രസിനുണ്ട്, CPMനുണ്ട്. എന്നാൽ പോരിഷയാക്കപ്പെട്ട സംഘടനയാണ് BJP. അതിന് RSS എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതങ്ങനെയൊന്നുമല്ല, വലിയ സംഭവമാണ്. എല്ലാവരും പറയുന്ന പണിയാണ്, വലിയ സംഭവമാണ്, ഭയങ്കരാണ് എന്നാ മനസ്സിലാക്കിക്കോ. കേവലം 10 വർഷം കഴിയുമ്പോഴേക്കും, അധികാരം കിട്ടുമ്പോഴേക്കും വലിയ പടലപ്പിണക്കങ്ങളുടെയും രാഷ്ട്രീയ ദുർബലതകളുടെയും കേന്ദ്രമായി BJP മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സന്ദീപ് വാര്യർ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഞാൻ CPM സുഹൃത്തുക്കളോട് പറയട്ടെ, സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അടപടലം ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് BJPയിൽ നിന്ന് CPMൽ നിന്ന് BJPയിലേക്കാണ്. കണ്ണൂരിന്റെ മുഴുവൻ രാഷ്ട്രീയം നിങ്ങൾ എടുത്താൽ, ഒരു ഗ്രാമത്തിൽ CPMകാരന് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനിടാ എന്ന് പറയുന്ന രാഷ്ട്രീയ കഴിവിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ബദൽ നിൽക്കാൻ കഴിയുന്ന കഴിവിലേക്ക് BJP വന്നതിന്റെ പിറകിൽ ആരാണ്? CPM പ്രവർത്തകരാണ്. കുടിയൊഴിഞ്ഞു CPMൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോയി. എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇവിടെയാണ് CPM ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഈ CPMനെ വിട്ട് നിങ്ങൾ BJPയിലേക്ക് പോകാനുള്ള ഏത് തരം ഘടകങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇടതു ബദലുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. നിങ്ങൾക്ക് പോകാൻ കോൺഗ്രസിലേക്ക് കഴിയും. സന്ദീപ് വാര്യർ BJP വിട്ടുപോകുമ്പോൾ CPMൽ നിന്ന് വിട്ടുപോകുന്നവർ BJPയിലേക്കല്ല പോകേണ്ടത്. ഇടതു ബദലുകളുണ്ട്. CPM എന്ന് പറയുന്ന സംഘടന അതിന്റെ എല്ലാ ദുർബലതകളുടെയും മൂർധന്യത്തിലാണ്. സഖാവ് പിണറായി വിജയനെ പോലെ ഒരു കാട്ടുകളൻ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നിടത്തോളം ഇനി അതിനൊരു ശുദ്ധീകരണം അസാധ്യമാണ്. ഏതെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരാനുള്ള നേതൃത്വത്തെ അടിച്ചൊതുക്കി ഇല്ലാതെയാക്കി. സർഗാത്മകതകൾ നശിച്ചുപോയി, വിപ്ലവങ്ങൾ ഇല്ലാതെ പോയി, പണം, തർക്കം, അധികാരം, അഴിമതി മുച്ചൂടും വന്നു കഴിഞ്ഞു. എന്നാ പരിശോധിക്കുക നിങ്ങൾ. ഇത് ഈ ഒരു മന്ത്രിസഭയിൽ നിൽക്കുന്ന CPI രാഷ്ട്രീയമായ മികവുണ്ട്, രാഷ്ട്രീയമായ കഴിവുണ്ട്, രാഷ്ട്രീയമായ സത്യസന്ധതയുണ്ട്. ഒരുപക്ഷേ CPMനോളം വില്ലത്തരമില്ലായ്മ കൊണ്ട് മാത്രം ആശയ ദുർബലതയില്ലാത്ത പാർട്ടിയാണ് യഥാർത്ഥത്തിൽ CPI. RMP ഉണ്ട്, RSP ഉണ്ട്, CMP ഉണ്ട്.
എത്ര ഇടതു ബദലുകളുണ്ട്. ഈ ഇടതു ബദലുകൾ തെരഞ്ഞെടുക്കാൻ CPM നിന്ന് പോകുന്നവർ സൂക്ഷിക്കുകയാണ് വേണ്ടത്. BJP ആണ് ബദൽ എന്ന് പറയാതിരിക്കാൻ അവസാനം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ആൾ സന്ദീപ് വാര്യരാണ്. ഇനി മറ്റൊന്ന് ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ വരുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇളക്കമുണ്ട് എന്ന് കണ്ടപ്പോൾ MP രാജേഷ് അടക്കം പറഞ്ഞു വരട്ടെ, മാറി ചിന്തിക്കുന്നത് നല്ലതല്ലേ. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ ഉടനെ പറയാൻ ഇന്നലെ എന്താ പറഞ്ഞത്, മെനഞ്ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെയും മെനഞ്ഞാന്നുമല്ല, 1 മണിക്കൂർ മുമ്പ് പോലും RSSനെയും സംഘീയ രാഷ്ട്രീയത്തെയും ന്യായീകരിച്ചവൻ ഈ മണിക്കൂറിൽ മാറ്റി പറഞ്ഞാൽ അവനെ ചേർത്തു പിടിക്കുകയാണ് ആധുനിക കാലത്തിലെ മതേതര മുന്നേറ്റത്തിന്റെ ബാധ്യത. അല്ലാതെ അപ്പൊ അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കുറെ സോഷ്യൽ മീഡിയ വിശാരദമാരുണ്ട്, ഭയങ്കരമാണ്. ശശി തരൂരിന് ഈ അടുത്ത ആഴ്ചയിലെ ഇളക്കമുണ്ട്. ആരാണ് എന്താണ് കോൺഗ്രസിനകത്ത് നിന്ന് സുധാകരൻ BJP-യിലേക്ക് പോയേക്കുമോ? ആ ഡയലോഗ് കുറച്ചുകൂടെ മയപ്പെടുത്താമായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാർ BJP-ക്ക് ആളുണ്ടാക്കാൻ വേണ്ടി രാവിലെ മുതൽ ഫേസ്ബുക്ക് നോക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇതെന്ത് ഏർപ്പാടാണ്? ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, ഇതെന്തു തരം ചൊറിച്ചിലാണ്? ഇതല്ലല്ലോ ശരി, ഇതല്ലല്ലോ ചെയ്യേണ്ടത്. മറിച്ച് നാളെ ഇവർ മാറ്റി പറഞ്ഞാൽ ആ നിലപാടുകൾ, സംഘീയ നിലപാടുകൾ ആവർത്തിച്ചാൽ തിരിച്ചു പറയാൻ നമ്മൾ ഇവിടെ ഇല്ലേ? പിന്നെന്താ ഭയം? എന്തിനാ ഭയം? അതുകൊണ്ട് സന്ദീപ് വാര്യർ ആദ്യം എന്ത് പറഞ്ഞു എന്നതല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ, ഈ സരിൻ എന്താ പറഞ്ഞത്? സരിന് കോൺഗ്രസ് വിടുന്ന നേരത്ത് സരി പറഞ്ഞ എന്താ അറിയോ? ഞാനൊക്കെ എത്ര കാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കണത്, പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തില്ലേ, എന്നിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കിയൊന്നാണ്. ഇതും പറഞ്ഞിട്ടാണ് ഇയാൾ അപ്പുറത്ത് പോയത്. എടോ, അപ്പുറത്തും ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത കുറെ പാവങ്ങളില്ലേ, ഓനെ വെട്ടിയിട്ടല്ലടോ ഇന്നലെ വന്ന നിനക്ക് സീറ്റ് തന്നത്. അതാലോചിക്കട്ടെ. CPM-നകത്തോ ഈ പ്രശ്നമല്ലേ? എങ്ങനെയാണ് ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത നീ CPM-നകത്ത് പോയിട്ട് സ്ഥാനാർത്ഥിയാവുന്നത്? ആ പാർട്ടിക്ക് വേണ്ടി ഇന്നലെ വരെ പണിയെടുത്തോരില്ലേ? അപ്പൊ നീ പറഞ്ഞ ന്യായം എന്താണ് കോൺഗ്രസിനകത്ത് നിന്ന്? ആ ന്യായത്തിന്റെ കുറെ കൂടെ എക്സ്ട്രീമായ കാര്യമല്ലേ അപ്പുറത്ത് CPM-ന്റെ പാർട്ടി നിങ്ങൾക്ക് സൗകര്യം തിരിച്ചു തരുമ്പോൾ ഉണ്ടാവുന്നത്? അതല്ലേ? ഇനി ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം അതല്ല. രസമുള്ള കാര്യം നേരെ തിരിച്ചാണ്. സന്ദീപ് വാര്യർ വരുന്നു പോണു, വേറെ കാര്യം. സഖാവ് പിണറായി വിജയന് സാദിഖ് അലി തങ്ങളോടാണ് ചുരുക്ക്. അതിന്റെ കാര്യം മനസ്സിലായില്ല. സാദിഖ് അലി തങ്ങള് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അനുയായിയെ പോലെ സംസാരിക്കുന്നു. പറയുന്നത് ആരാണ്? സഖാവ് പിണറായി വിജയനാണ്. കേരളത്തിലെ സകലമാന മൂരാച്ചികളെയും തന്റെ കൈവെള്ളയിൽ അധികാരത്തിന് വേണ്ടി കൊണ്ടു നടന്ന, കേരളം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട രാഷ്ട്രീയ നിലപാടുള്ള ഒരു മനുഷ്യൻ. അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ല. എന്തെങ്കിലും മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടെങ്കിൽ അത് മുഴുവൻ തല്ലിക്കെടുത്തിയ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങളെ കയ്യിലുണ്ടാവും. എന്താ പറയണത്? ടി ഇസ്മായിൽ വരുന്നുണ്ട്. എന്താ പറയണത്? അതിന് അദ്ദേഹം പറയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഇത്തവണ ഞങ്ങൾക്ക് കിട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ അധികാര കസേരയിൽ ഇരുന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയൻ. തീരുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്ക്, ഇതുപോലെ ഒരു സദസ്സിൽ അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് കുറ്റിപ്പുറത്തിരുത്തി. ആരെ തോൽപ്പിക്കാൻ? ലീഗിനെ തോൽപ്പിക്കാൻ. ഇനി ലീഗിനെ മാത്രമാണ് തോൽപ്പിച്ചത്. VS അച്യുതാനന്ദൻ അന്ന് അബ്ദുൽ നാസർ മദനിയെ ആ യോഗത്തിൽ കൊണ്ടുവരുന്നതിനെതിരാണ്. CPM-ന്റെ ക്യാമ്പയിൻ ലീഡർ VS അച്യുതാനന്ദനാണ്. ആ VS-നെ യോഗത്തിൽ വിളിക്കാതെ അബ്ദുൽ നാസർ മദനിയെ ലീഗിനെ തോൽപ്പിക്കാൻ കുറ്റിപ്പുറത്തിരുത്തി. ചന്ദ്രനോട് കുംഭവാൻ, ഇന്ദ്രനോട് കുംഭവാൻ എന്ന് വാഴ്ത്തിപ്പാടിയ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ. തീരുന്നില്ല. 4-5 ദിവസം മുമ്പ് പിണറായി വിജയൻ P ജയരാജന്റെ പുസ്തക പ്രകാശനം. അതിന്റെ തമാശ, P ജയരാജന്റെ പുസ്തകത്തിന്റെ പേര് ഭീകരതയ്ക്കെതിരെ എന്നാണ്. ഏത്? കേരളം കണ്ട ഏറ്റവും വലിയ മൂരാച്ചി ഭീകരനായ P ജയരാജനാണ് ഭീകരതയ്ക്കെതിരെ പുസ്തകം എഴുതുന്നത്. കഴിഞ്ഞ ആഴ്ച ഷുക്കൂറിനെ കൊന്ന കേസിൽ ഹൈക്കോടതിയിൽ പോയി ഇരിക്കായിരുന്നു ഈ കലാപകാരി, ഈ മനുഷ്യന്റെ ചോര കയ്യിൽ പറ്റിയ കുറ്റവാളി. കോടതി CBI ഇപ്പോഴും 19 വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിനെ കൊന്നതിന് കോടതി കയറുന്ന ഇയാള് പുസ്തകം എഴുതുക. ആ പുസ്തകത്തിൽ പിണറായി വിജയൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമി മോശാണ്, എല്ലാവരും മോശാണ് ഇതിന്റെ ഇടക്ക്. എന്നാൽ ലീഗ് അങ്ങനെയല്ല. ഓ സന്തോഷായി, എനിക്കങ്ങനെ രോമം എടുത്തു പിടിച്ചു. സഖാവ് പിണറായി വിജയ, നിങ്ങളെപ്പോലെ അപ്പപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പ്രശംസിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഞങ്ങളൊക്കെ അങ്ങ് തരളിതമായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
ലീഗിനെ പൊന്തിച്ചു പറയുന്ന സയൻസ് ഒക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കേണ്ട പാർട്ടിയാണ് CPM എങ്കിൽ അതിലേറെ സൂക്ഷിക്കേണ്ട കാട്ടുകള്ളനാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കിക്കോ. കേരി പിടിച്ചത് ഇപ്പൊ തങ്ങൾക്ക് നേരെയാണ്. ഇവിടെ പുതിയൊരു പ്രവണത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നേരെ അങ്ങ് പാഞ്ഞു കയറുക. അനങ്ങിയാൽ ഒരു ചാഞ്ഞ മരം എന്നുള്ളതിനേക്കാൾ അത് പിണറായി വിജയൻ മാത്രമല്ല, കുറച്ച് ആൾക്കാർ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം ഞങ്ങൾ പറയാം, ആ മനുഷ്യൻ പാണക്കാട്ട് തങ്ങൾ അവർക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ ദുർബലതയാക്കി എടുത്താൽ, മര്യാദയുടെ പേരും ചില കെട്ടുപാടുകളുടെ പേരൊക്കെ വെച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നത് ദുർബലതയാക്കി എടുത്താൽ ആ പീസ് പൂട്ടിച്ചിട്ടേ പിന്നെ ഞങ്ങൾ ഈ പരിപാടി നിർത്തൂ എന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാവരോടുള്ള വാക്കാണ്. പാണക്കാട് തങ്ങളെ മേക്കിട്ടം കയറുക. എന്നിട്ട് ഇവർ കുറച്ച് ആൾക്കാർ വലിയ ശുചാരികൾ ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങൾ. പാണക്കാട് തങ്ങൾക്ക് വിവരമില്ല, പാണക്കാട് തങ്ങൾ യോഗ്യതല്ല. പാണക്കാട് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരക്കാരനാണ്. ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രസിഡന്റാണ്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. ഇത് ഞങ്ങൾ തീരുമാനിച്ചോളൂ. പാണക്കാട് തങ്ങളെ കുറിച്ച് ജമാഅത്തുകാരനെ പോലെ പെരുമാറുന്നു എന്ന് പറയാനുള്ള പിണറായിയുടെ യോഗ്യത എന്താണ്? സഖാബ് പിണറായി വിജയ, നിങ്ങൾ മിനിമം ഒരു മനുഷ്യനെ പോലെങ്കിലും പെരുമാറാൻ പഠിക്കുക. ആദ്യം പാണക്കാട് തങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിന് വരികയാണ്, എന്ത് കിട്ടിയിട്ട് വരികയാണ് അല്ലേ? പക്ഷെ തങ്ങളെ കണ്ട് ഒന്ന് കൈപിടിച്ച് ആ ചിരി ഒന്ന് ആസ്വദിച്ച് അവർ മടങ്ങിപ്പോവാണ്. അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ സംഭവമാണ് പിണറായി വിജയ. കാരണം ഒന്ന് ചിരിക്കണമെങ്കിൽ ഇക്ലിയാക്കിയാൽ പോലും ചിരി അറിയാത്ത നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യനാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പിണറായി വിജയ. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഒരു നിങ്ങൾ വരുമ്പോ ആരൊക്കെ പേടിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഈ സ്നഗ്ഗി ഇട്ടിട്ടാണ് സഖാക്കൾ വരുന്നത്, പേടിച്ചിട്ട് മൂത്രമൊഴിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്. അത് മനസ്സിലാക്കി എപ്പോഴെങ്കിലും പിണറായി വിജയൻ? നിങ്ങളിങ്ങനെ ഓരോ യോഗത്തിന് വലിയ വില്ലനൊപ്പം വരുന്നുണ്ടല്ലോ, സഖാക്കളൊന്ന് മുണ്ട് പൊന്തിച്ച് നോക്ക്. അതിനകത്ത് ഒരു കുട്ടികളിടുന്ന സ്നഗ്ഗി ഇടുകയാണ്, മൂത്രം പുറത്തിറങ്ങണ്ട അയച്ചിട്ട് പേടിച്ചിട്ട്. ഈ ജാതി മനുഷ്യരാണോ പൂ പോലെയുള്ള പാണക്കാട്ട് തങ്ങളന്മാരെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത്, തങ്ങളെ കുറിച്ച് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും പഠിപ്പിക്കണ്ട, ഒരുത്തനും പഠിപ്പിക്കണ്ട. അറിയാങ്ങള്, നിങ്ങളൊക്കെ ഇവരെ ഇരുട്ടിന്റെ മറവിൽ കച്ചവടം ചെയ്യുമ്പോ കേരളത്തിന്റെ തെരുവിൽ NDF-നോടും ജമാഅത്തെ ഇസ്ലാമിയോടും പൊരുതി നിന്നവർ ഞങ്ങളാണ്. അന്നും ഇന്നും ഒരു കള്ളത്തരവുമില്ലാതെ. ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് നാദാപുരം, ആ നാദാപുരം നിയോജക മണ്ഡലത്തിലെ നാദാപുരം പഞ്ചായത്തിലെ 17-ാം വാർഡ് ചോദിച്ചു നോക്ക് സുപ്പിക്കാനോട്. ആ 17-ാം വാർഡില് CPM-ഉം NDF-ഉം ഒരുമിച്ചിരുന്നല്ലേ അല്ലെ സുപ്പിക്ക? ഒരുമിച്ചിരുന്ന് നിങ്ങൾ മെമ്പറെ ഉണ്ടാക്കിയത്, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ. നിങ്ങൾ ഇപ്പൊ നാദാപുരത്തെ ഏരിയ സെക്രട്ടറി ആവാൻ നടക്കുന്ന ഒരു മനുഷ്യനുള്ള പേര് ഞാൻ പറയണില്ല. അയാൾ ഇടത്തും വലത്തും ആരാണ് ഈ ഏരത്ത് ജാഫർ എന്ന് പറയുന്ന ആൾ? NDF ബാക്ക്ഗ്രൗണ്ടാണ്. ഈ NDF-കാർ എവിടേക്കാണ് കുറ്റം പറിച്ചു പോയത്? പഴയ NDF-കാർ എവിടെയാണ്? CPM-ന്റെ താവളത്തിലാണ്. പഴയ PDP-കാർ എവിടെയാണ്? CPM-ന്റെ താവളത്തിലാണ്. ഞങ്ങളെ കൂടെ ആരുമില്ല, മനസ്സിലായിക്കോ? ഞങ്ങളെ കൂടെ വരുന്നുണ്ടെങ്കിൽ അവൻ സമാധാനത്തിന്റെ നേരിന്റെ വഴിയിൽ വരണം, അല്ലാതെ കൂട്ടില്ല. നിങ്ങളൊക്കെ തലയിൽ മുണ്ടിട്ട് NDF-ന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് തേടി പോകുമ്പോ അവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നട്ടെല്ല് കാണിച്ച ഞങ്ങളോട് എന്റെ പിണറായി വിജയ ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഒന്ന് അവസാനിപ്പിക്കും. നിങ്ങൾ ആരാന്ന് മലയാളിക്കറിയാം. ഇതുപോലെ ഒരു കള്ളനെ കേരളം കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു കപടനെ കേരളം കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു ചോരക്കൊതിയനെ കേരളം കണ്ടിട്ടില്ല. ഏത് വിശേഷണമാണ് സഖാവ് പിണറായി വിജയ നിങ്ങൾക്ക് ചേരാത്തത്? ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരള ചരിത്രത്തിൽ CPM-ന്റെ തലപ്പത്തുണ്ടായിട്ടുണ്ടോ? എത്ര പേര് വന്നിട്ടുണ്ട്, എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട്? ഇതൊക്കെ പറയുന്ന കഥകളൊക്കെ തമാശയാ? ആളുകൾ പറയുന്ന ഈ അഴിമതിയൊക്കെ തമാശയാ? നിങ്ങളും നിങ്ങളുടെ മരുമോനും മകളും മോന്റെ അമ്മോഷനും നിങ്ങൾ മനസ്സിലാക്കണം. കക്കിണിനൊക്കെ ഒരു കണക്ക് വേണ്ട പിണറായി വിജയ. പക്ഷെ ഒരു കാര്യം ഓർത്തോങ്ങൾ, ഞങ്ങളൊക്കെ ഇവിടെ ആയുസ്സോടെ ഉണ്ടെങ്കിൽ, അങ്ങനെ പറയണല്ലോ, CPM-നോടാണല്ലോ കളിക്കുന്നത്, ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഈ കട്ട് കൊണ്ടുപോയത് കൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് നിങ്ങളും വിചാരിക്കണ്ട, നിങ്ങളുടെ കുടുംബവും വിചാരിക്കണ്ട. ആട്ടപ്പടലം തിരിച്ചു പിടിക്കുന്നത് വരെ ഏത് സമയത്തും ഈ സമരങ്ങളുടെ മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാൻ, ഒറ്റ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ചില നിലപാടുകൾ, സമീപനങ്ങളുണ്ട്. ആ നിലപാടുകളും സമീപനങ്ങളും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് എല്ലാവർക്കിടയിലും. അത് നിങ്ങൾ വേറെ ഒരു തരത്തിലുള്ള വിരോധമാക്കി അതിനെ മാറ്റിയിട്ടും കാര്യമില്ല.
പാണക്കാട് തങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം സാമുദായികമാവട്ടെ സാമൂഹ്യമാവട്ടെ, ആ കിട്ടുന്ന അംഗീകാരം അവരെടുക്കുന്ന നിലപാടുകളുടെ കൂടിയാണ്. ഞങ്ങൾക്കൊക്കെയുള്ള ബാധ്യത. ഞങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. KM ഷാജി എന്താ എന്നോട് വിരോധം വന്നിട്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. ലീഗ് MSF കാലം മുതൽ ഈ ലീഗ് പറഞ്ഞു വന്ന ആളാണ്. ലീഗ് കണ്ടറിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നോളാണ്. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗായി നിൽക്കണമെന്ന് അത്തോളിയിലെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട്. CH ആണല്ലോ നമ്മളൊക്കെ കാണുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നമ്മുടെ നേതാവ്. CH നെ കുറിച്ച് പറഞ്ഞു, അത്തോളിയിലെ പട്ടി കുരച്ചാൽ ഏറ്റുകുരക്കും പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചു. അതിന് നമ്മുടെ പ്രിയപ്പെട്ട CH പറഞ്ഞ മറുപടിയുണ്ട്. ശരിയാണ്, ഞാനൊരു കാവൽ പട്ടിയാണ്. ഈ സംഘടനയെ, ഈ സമുദായത്തെ അപകടപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അത് ഈ സമുദായത്തെ വിളിച്ചറിയിക്കുന്ന കാവൽ പട്ടിയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് ഈ സമുദായത്തിന്റെ നേതൃധാരക്കെതിരെ, ഈ സംഘടനയുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന വിധത്തിൽ ആര് വന്നാലും ഞങ്ങളും കുരച്ച് ഈ സമുദായത്തെ ഉണർത്തും. കാരണം ഞങ്ങളും CHന്റെ അനുയായികൾ തന്നെയാണ്. സമുദായത്തിന് ഒരു കാവൽ പട്ടിയെ പോലെ കാത്തു നിൽക്കുന്നവരാണ്. ഒട്ടും പ്രോഡക്റ്റീവല്ല, ഒട്ടും പ്രോഡക്റ്റീവല്ല. എന്നാലും പറയാതിരിക്കാനാവില്ല. പറഞ്ഞു പോയേ മതിയാവൂ ചില കാര്യങ്ങൾ. അതിന്റെ നഷ്ടം എന്തുമാവട്ടെ, ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ആലോചിച്ചാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനം എന്ന് പറയുന്നത്, ആദരവെന്ന് പറയുന്നത് കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ്. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഏകപക്ഷീയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആദരവ് 1 തന്നാൽ 100 തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി പറഞ്ഞിട്ടേ പോവൂ. ഞാൻ ഇരവിപുരത്ത് മത്സരിക്കാൻ പോവാണ്. അന്ന് പാർട്ടി പറഞ്ഞു ഇരവിപുരത്ത് മത്സരിക്കാൻ പോകണം. SKSSFന്റെ നേതാവ്, അന്ന് ഞാൻ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ്, അഭിവന്ദ്യനായ നേതാക്കന്മാർ എന്നോട് നാസർ ഫൈസി കൂടത്തായൊക്കെ പറഞ്ഞു, കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അവിടെ വന്ന് നിലപാട് പറഞ്ഞു പോകണം. LDF അതിൻ്റെ ശക്തി പ്രാപിക്കുന്ന കാലമാണ്, ഒരു മടിയുമില്ലാതെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു വരാനോ. തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാഗ് ഒരുക്കി നിൽക്കുകയാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, ഇപ്പം തെരഞ്ഞെടുപ്പ് സമയമല്ലേ, ഒന്ന് സംസാരിക്കണ്ട, വിട്ടേക്കൂ. ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല, SKSSFന്റെ പരിപാടിയല്ലേ, സംസാരിച്ചു പോകാം. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുമ്പോൾ അന്ന് വളരെ കൃത്യമായ സമീപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉഹുദിൽ അള്ളാഹുവിന്റെ പ്രവാചകന് പ്രയാസമുണ്ടാക്കിയ മുനാഫിക് നിലപാടുകൾ പറഞ്ഞു വന്ന് ആ പ്രസംഗം അവസാനിച്ചു പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഉഹുദിലെ സഹാബത്തിനെ മോശമാക്കി പറഞ്ഞു അല്ലേ എന്നാണ്. എനിക്ക് മനസ്സിലായി ഇതെവിടേക്കാ പോണത്. ഇസ്മായിൽ സാഹിബ് ഇവിടെയുണ്ട്, KT ഇവിടെയുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഇരവിപുരത്ത് എന്നെ ആക്രമിക്കാൻ SDPI-കാരനും ഇടതുപക്ഷവും ഉപയോഗിച്ചത് ഞാൻ ഉഹുദിലെ ശുഹദാക്കളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ്. പിന്നീട് അതിന് സമാനമാം വിധത്തിൽ പിന്നീട് CPM, NDF ആ സമയങ്ങളിൽ ഫോണുകൾ ഇങ്ങനെ നിരന്തരം മാറ്റും. ഭീകരമായ തെറി, ഭീകരമായ അതിക്രമങ്ങൾ. യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് പോകുമ്പോൾ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ, വടകരയിൽ നിന്ന് അക്രമം, ചുരത്തിൽ നിന്ന് അക്രമം. ആ സമയത്താണ് IB, അന്ന് പോലീസ് പ്രൊട്ടക്ഷൻ, അവർ തന്നെ നേരിട്ട് യൂത്ത് ലീഗ് ഭാരവാഹി എന്ന നിലക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് രസമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണോ CPM-കാരൻ സംസാരിക്കുന്നത് അതേ ഭാഷ ഒരാൾ എന്നെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു. ഒരാക്ഷോഭണം. വേറെ പറയാൻ, ഇനി മേലിൽ KM ഷാജി ഖുർആൻ ഓതൂല. ചില മതത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ ആക്ഷേപിക്കുകയാണ്, കളിയാക്കുകയാണ്. CPM വിളിക്കുന്ന അതേ ചീത്ത വിളി നടത്താൻ മെനഞ്ഞാന്ന് വന്ന ഒരു യൂട്യൂബ് സ്റ്റോറിയുടെ ഹെഡിങ് എന്താണെന്നറിയാം ഞങ്ങള്, കുന്നംകുളത്തെ മൗലവി KM ഷാജിയെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ഇയാൾ ഖുർആൻ ഓതില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ നിനക്ക് എന്താണ് അർഹത എന്നാണ്. ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ ആർക്കാണ് അർഹതയില്ലാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ, ഖുതുബത്തുൽ വിദാഇൽ ഇതാ ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ ദീൻ, ആ ദീന് ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത്, അവര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നോ? ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ? വിശ്വാസിയായ സകല മനുഷ്യരുടെയും ബാധ്യതയാണ് ദീൻ പ്രബോധനം ചെയ്യുക എന്നത്.
എല്ലാവരുടെയും ബാധ്യതയാണ്. ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയായി, ദീനിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കൂ. അതും ദഅവത്താണ്, അതും ദഅവത്താണ്. അതെല്ലാവർക്കും ബാധ്യതയുണ്ട്. റഹ്ബാനിയത്ത് നബ്തദഉഹു എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്താ പറയണ അറിയങ്ങള്? പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. കുന്നംകുളത്തെ മൗലവിയോട് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുർആൻ അല്ലാതെ ആവില്ല. ഇത് വിശുദ്ധ ഖുർആനാണ്. ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, എന്നാൽ അത് അധികമായി ചെയ്യുന്നവരുണ്ടാവാം. അതവർ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനമാണ്. നാട്ടിക മൂസ മൗലവിയെ അറിയാത്തവരില്ലല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദം അതാ മനുഷ്യൻ വഹിച്ചിരുന്നു. എത്ര വലിയ പണ്ഡിതനായിരുന്നു. ഇന്ന ആളുകൾ രാഷ്ട്രീയക്കാരാവണം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന ആളുകൾ പണ്ഡിതനോ മതമറിയുന്നവനോ പറയുന്നവനോ ആവണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദീനങ്ങൾ പറയരുത്, രാഷ്ട്രീയം അവര് പറയരുത്. ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ? അവകാശമല്ലേ? അങ്ങനെ പൗരോഹിത്യമുണ്ടോ? രണ്ടാമത്തെ ആരോപണം എന്താ? എന്നെ കുറിച്ച് ഷാജി എഴുതി വായിക്കുന്നു എന്നാണ്. ഞാൻ എഴുതിയാണ് വായിക്കാറ് ഏത് പ്രസംഗവും. പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും ഞാൻ 100 വട്ടം പേപ്പറിലേക്ക് നോക്കും. കാര്യം എന്തെന്നറിയുമോ? ഞാൻ ചെറിയ മനുഷ്യനാവാം, നിസ്സാരൻ. പക്ഷേ നാം പറയുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ചാളുകളെങ്കിലും ഉണ്ടാവുമല്ലോ. എന്റെ നാവിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു ദീൻ, ഒരു വാക്ക് പിഴച്ചു പോയാൽ, അള്ളാഹുവിന്റെ ദീനിനെ തെറ്റായ നിലക്ക് എന്റെ വാക്ക് കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, സ്നേഹമുള്ളവരെ, അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ്. എത്ര അപകടം പിടിച്ച ഒന്നാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് അങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്ന്, ദീനീ വിഷയങ്ങളിൽ അങ്ങനെയാ നിലപാടെടുക്കാൻ പാടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആയത്ത് ഒരു ഉസ്താദിനോട് ക്ലിയർ ചെയ്യുമ്പോ പിന്നെയും പിന്നെയും എനിക്ക് ചൊല്ലിത്തെന്ന് പറയും, ഇത് സൂക്ഷിക്കണമേ. നഹ്വ് പഠിച്ചവർക്കറിയാം, ഒരു ചെറിയ വാചകം മതി നിങ്ങളുടെ വാക്കുകൾക്ക്, അറബ് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾക്ക് ചില അർത്ഥഭ്രംശം സംഭവിക്കാൻ. സൂക്ഷ്മത വേണം. അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കാറുണ്ട്. എന്നാൽ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ സംസാരിക്കുന്നവർ സൂക്ഷിക്കേണ്ടവരല്ലേ? കുന്നംകുളം മൗലവി KM ഷാജിയോടുള്ള പക വെച്ച് സംസാരിക്കുകയാണ്, പക വെച്ച്. അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എത്ര തവണ ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ എത്ര തവണ പറയാൻ പാടുണ്ടോ മൗലവി? ഷാജിയോടുള്ള പക വെച്ച് പറയുമ്പോ പിഴച്ചു പോകുന്ന വാക്കുകൾ നിങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ പറഞ്ഞൊരു കാര്യം, ആരോ പറഞ്ഞു കൊടുത്തത് ഷാജി പറയുന്നു എന്നാണ്. ഞാൻ പഠിച്ചതൊക്കെയും പണ്ഡിതന്മാരടുത്തതാണ്. എനിക്ക് കുന്നംകുളത്ത് വഹി അറിയുന്ന പോലെ എനിക്ക് വഹി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഉസ്താദുമാരോട് ചോദിക്കും, അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും. അവർ പറഞ്ഞു തരുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ എഴുതി വെക്കും. ഇതൊക്കെ ഞാൻ പറയും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. NDF-കാരൻ ഉഹദിലെ സഹാബത്തിനെ കളിയാക്കി എന്ന് കള്ളക്കഥ പറഞ്ഞ പോലെ ഷാജി എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയോ മാറ്റി പറഞ്ഞത്, വേർതിരിച്ചത്? അങ്ങനെ പറയാൻ അതിലൊരാൾ കോൺഗ്രസ്സുകാരനും മറ്റേ ആൾ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബത്തല്ലേ? സഹാബത്ത് നക്ഷത്രം പോലെയാണ് തിളങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഞാനിനി പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ വ്യത്യാസം? അത് തിരുത്തണ്ടേ? രാഷ്ട്രീയത്തിൽ വരുന്ന പോലെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ദീനല്ലേ? ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തേ കാണിക്കാത്തത്? ഷാജി തെറ്റു പറഞ്ഞു എന്ന് പറയുന്ന വാചകം എന്തേ കാണിക്കാത്തത്? എന്നിട്ട് പറയുന്നു ഖലീഫമാരെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ഖലീഫമാരെ കുറിച്ചും പറഞ്ഞ പിണറായിയെ കുറിച്ച് ഒരു വാക്കില്ല. സകല ഖലീഫമാരെയും റദ്ദ് ചെയ്ത പിണറായിയെ കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു വാക്ക് പോലുമില്ല. ഒരു വാക്ക് പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്തു തൗഹീദിന്റെ പ്രചാരണമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആദർശ സമ്മേളനം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തെ കയ്യിലെടുത്ത് യുക്തിവാദിയായ രവീന്ദ്രൻ അമ്മാനമാടി. നമ്മുടെ പെൺകുട്ടികൾ പോയി മിഴിച്ചു നിൽക്കുകയാണ്. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ. അവരോട് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? ഹൂർലികളുണ്ട് സ്വർഗത്തിൽ, ഈ ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളുണ്ട് അവിടെ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളായിട്ടൊന്നുമില്ലേ?
ആരുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന മഹാപ്രസംഗങ്ങൾ കോഴിക്കോട്. അത് കഴിഞ്ഞു വരുന്ന ആദർശ സമ്മേളനം ആർക്കെതിരെയാ നടത്തേണ്ടത്? ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയോ? അതല്ലെങ്കിൽ KM ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ? അതാണോ ചെയ്യേണ്ടത്? ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, പകയും കലിപ്പും വെറുപ്പും നാവിൽ വച്ചല്ല പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത്. ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ്. അല്ലാതെ ഓഫീസിലെ ക്ലർക്കായ പിന്നെ മൂത്താല് അവിടുത്തെ ഹെഡാവും, അല്ലാണ്ട് പണ്ഡിതനാവില്ല. ഓഫീസിലെ ക്ലർക്ക് എന്നിട്ട് ആക്ഷേപിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ആരും CPM ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ CPM-ന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ്. ഇതെന്താ അറിയങ്ങൾ? ഞാനൊരു പടക്കെറിഞ്ഞതാണ്. ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി. വലിയ മൂർച്ചുള്ള മൂർഖന്മാർ പിറ്റേന്ന് തന്നെ പുറത്ത് ചാടി. ബാക്കിയുള്ള കുറേ എണ്ണം മുതലക്കുളത്തും പുറത്ത് ചാടി. ഒരു കാര്യം ഞാൻ പറയാം, സമുദായത്തിനിടയിൽ നിന്ന് NDF-നെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ. എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തൂ. പിന്നെ പറയാണ് നഷ്ടം വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ ഷാജി, എനിക്കൊരു ചുക്കില്ല. അറിയങ്ങൾ, ഞാൻ വോട്ടും കൂട്ടൊന്നും കാട്ടിയിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. അതിന് ഇതേ തൂക്കും വലിപ്പക്കുള്ള ആൾ എവിടെങ്കിലും കിട്ടുമെങ്കിൽ പോയിക്കോ, പേടിപ്പിച്ചോ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം MLA ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണ അങ്ങ് വളാഞ്ചേരിക്കാരനുണ്ട്, ഓനെ പോയി പേടിപ്പിച്ചോ. KM ഷാജിയെ പേടിപ്പിക്കാൻ വരരുത്. പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ലാതെ. ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമുണ്ടെങ്കിൽ മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോവും. മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റാണ്, ഞങ്ങളുടെ നായകനാണ്, ഞങ്ങളുടെ അമരക്കാരനാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ കുറെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തങ്ങളെ മേത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം തങ്ങളല്ല, നിങ്ങൾക്കറിയാം. ആ തങ്ങളൊരു വിളക്കാണ്, അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട്. അത് ഈ നാട്ടിലെ പണ്ഡിത സഭ അടക്കമുള്ളതാണ്. ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ്. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം. അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്. ഞങ്ങൾ ആരെയും CPM ആക്കിയിട്ടില്ല. നിങ്ങളാരും CPM ആവൂല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അതിനും വേണം കുറച്ചൊക്കെ യോഗ്യത. അതാവണമെങ്കിലും പിന്നെ അതാവൂല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, അതായാൽ പിന്നെ തലയെക്കെട്ടടക്കമുള്ള പലതും അഴിക്കേണ്ടി വരും. അപ്പം നഷ്ടം ഭയങ്കരമാണ്. പിന്നെ എന്തിനാ നിൽക്കുന്നത്? ചില സൗകര്യങ്ങൾ, അത് ദീനിനെ കുറ്റം പറഞ്ഞാലും സമുദായത്തെ കുറ്റം പറഞ്ഞാലും കിട്ടാവുന്ന ചില സൗകര്യങ്ങൾ, അധികാരം, സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കോ. പക്ഷെ ഞങ്ങളുടെ മക്കളോട് ഈ CPM-നെ വെള്ളപൂശാൻ നിങ്ങൾ വന്നാൽ അത് ഞങ്ങൾക്ക് എതിർത്തേ മതിയാവൂ. ആരാന്റെ മക്കളെ CPM-ലേക്ക് പറഞ്ഞേക്കുമ്പോ ഞാൻ പറയാണ്, ഞങ്ങൾ SKSSF-കാരും ഞങ്ങൾ യൂത്ത് ലീഗുകാരും ISM-കാരും ഒക്കെ ഈ നാദാപുരത്തടക്കം രൂപം കൊണ്ട NDF-നെതിരെ പടപെട്ടുമ്പോ NDF-ന്റെ ഓഫീസിൽ പോയിരുന്ന ആള് മുതലക്കുളത്തിരുന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുകയാണ് അല്ലേ? സ്വന്തം വീട്ടിൽ CPM കയറുന്നത് സൂക്ഷിച്ചോ. നിങ്ങൾ ഇത് കൊള്ളാമെന്ന് പറയണ്ട, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ് മക്കൾ വിചാരിക്കുക. ഞാൻ ബാക്കി പറയണ്ടല്ലോ. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് 4-മത്തെ 3-മത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. അതിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഷാജി വെറുതെ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. ബാക്കി പറയണില്ല. എന്നെ സമീപിച്ച ആളുകളുണ്ട്. നിങ്ങളുടെയൊക്കെ പിറകിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ലീഗിനെ വേണമല്ലേ? ഇതിനിടയിൽ നിന്നിട്ട് പണിയെടുക്കണല്ലേ? ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കുമല്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കതിനേക്കാളൊക്കെ സന്തോഷം നിങ്ങളറിയോ? ഈ 2-3 ദിവസമായിട്ടൊരു വാർത്ത ഉണ്ട്. നമ്മുടെ മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടി അയാൾക്ക് ഇൻഫോസിസിൻ്റെ പ്രൈസ് കിട്ടി. ഇൻഫോസിസ് പ്രൈസ് $1,00,000. $1,00,000. അയാളുടെ പുസ്തകം 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കുറ്റിയാടിക്കാരെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. 2-മത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ മുഹമ്മദ് കൂരിയ എവിടെയെന്നറിയോ? ദാറുൽ ഹുദയിലെ കുട്ടിയാണ്. ഞങ്ങൾക്ക് അതൊക്കെ ആ സന്തോഷം. നിങ്ങളെ കുത്തിത്തിരിപ്പ് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ മനസ്സിലുള്ള വിഷവും ഞങ്ങൾക്ക് മനസ്സിലാവില്ല.
ആ കുട്ടിയുടെ സന്തോഷമല്ല, ആ ഉസ്താദുമാരുടെ സന്തോഷം നോക്ക് നിങ്ങൾ. ഇൻഫോസിസിന്റെ പ്രൈസ് $1,00,000. ഏതാ വിഷയം എന്നറിയോ നിങ്ങള്? ഈ 2 പുസ്തകങ്ങൾ അവാർഡ് കിട്ടിയ എന്തിനറിയോ? സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ എന്താ സോഷ്യൽ സയൻസ്? ഷാഫി ഇമാമിന്റെ ഫിഖ് തീരുന്നില്ല. മലബാറിലേക്ക് യമനിൽ നിന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ ദീൻ വന്നതിനെ കുറിച്ച് സ്നേഹമുള്ളവരെ, ഞങ്ങളെ സന്തോഷം എന്താണെന്നറിയോ? അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് എന്താണ് നമ്മളുടെ വാഫിയ കുട്ടികൾ, അല്ല 10 പെൺകുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഞങ്ങൾക്ക് നിങ്ങളെ കുത്തിത്തിരിപ്പൊന്നും അറിയില്ല, പക്ഷേ അതിലുള്ള സന്തോഷം ചെറുതല്ല. ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ജാഗരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിഷയം. അതിന് കളങ്കുണ്ടാക്കാൻ വന്നാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ പലതും ഉണ്ടാവും. അധികാരം, ഇതൊക്കെ ഈ മഹല്ലത്തിൽ ആർക്കാ അറിയാം? ഈ പള്ളികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തനം അറിയില്ലേ? നമ്മുടെ നാട്ടിൽ നന്നായി എനിക്കറിയാം. എൻ്റെ മഹല്ലത്തിൽ ഒരു കുട്ടിയസ്നാജുണ്ട്, ഒരേ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. നമ്മൾ റേഡിയൻസിലൊക്കെ വന്നു. എൻ്റെ മക്കളും ജമാഅത്തെ ഇസ്ലാമി, എല്ലാ ഭക്തനും പള്ളിയിലുണ്ടാവും. കുട്ടിയസ്നാജ് മറവിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ മഹല്ലത്തിൽ. എൻ്റെ ബാപ്പ ആ പള്ളിയുടെ സെക്രട്ടറിയും അതിനേക്കാൾ വലിയ പണ്ഡിതരും മരിച്ചു കിടക്കുന്ന അതേ ഖബർസ്ഥാനിൽ. എത്ര വിശാലമായ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അവൻ മുജാഹിദാണ്. ഈ പള്ളിയിൽ ഖബറടക്കില്ലെന്ന് ഈ ഏതെങ്കിലും മഹല്ലത്തുകാരും പറയുന്നുണ്ടോ? അവിടുത്തെ ഉലമാക്കൾ, അവിടുത്തെ ഉമറാക്കൾ, നിങ്ങൾ എന്ത് ഭിന്നിപ്പുണ്ടാക്കാനായി ശ്രമിക്കുന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? താഴെ തട്ടുകളിൽ ഞങ്ങളൊക്കെ കണ്ടു വളർന്ന ഒന്നുണ്ട്. കൊച്ചുനാള് മുതൽ നാട്ടിലെ തർക്കങ്ങൾ എല്ലാം പറയാൻ തീർക്കാൻ ആ മഹല്ലത്തിലെ സാത്വികരായ മനുഷ്യരുണ്ട്. അവരല്ലേ ഇതിന്റെ യഥാർത്ഥ ഉടമകൾ. വന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി കുറച്ച് സാധനങ്ങൾ കയറിയിട്ട് നിങ്ങളല്ലാതെ ഇരിക്കണ്ട. നിങ്ങൾ ഈ പാപം മനുഷ്യർ, അവരുടെ ഹൃദയത്തിലെ ശുദ്ധി എന്താണ്? അവരുടെ ഹൃദയത്തിലെ നേരെന്താണ്? ഞാൻ പറയാണ്, ഞാൻ സുന്നിയാണ്, കേട്ടി പറയാണ് ഒലക്ക അഞ്ഞ് സുന്നിയല്ല. എന്ത് ഏർപ്പാടാണോ ഇത്? ഇതെന്താ ഏർപ്പാടാണ്? നീ എല്ലാം അതിന് തെളിവുകളുണ്ട്. ആളെ പുറത്താക്കാൻ നടക്കുകയാണ്, ആളെ പറഞ്ഞേക്കാൻ നടക്കുകയാണ്. ഇതെന്ത് സ്വഭാവമാണ്? എന്തിനു വേണ്ടിയാണ്? അനുഭവിച്ചതല്ലേ ഈ സമുദായം. ഞാൻ എല്ലാവരോടും പറയുന്നു, മഹല്ലത്ത് ഒരു സിസ്റ്റമാണ്. അത് അപകടപ്പെടരുത്, തകരരുത്. അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഈ സൗന്ദര്യവത്തായ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഞാൻ ലീഗിൻ്റെ എല്ലാ യോഗങ്ങളിലും കുട്ടികളോട് പറയാറുണ്ട്, ഒരു പള്ളിക്ക് പൂട്ടുവീഴുന്ന കേസിൽ മക്കളെ നിങ്ങൾ പോയിട്ട് കക്ഷിയാവരുത്. നാട്ടിൻ്റെ സൗന്ദര്യമായി നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ആവുന്ന ഒരു സ്ഥാപനമായി നിങ്ങളുടെ ഈ ഖായിദ മില്ലത്ത് സൗദം മാറണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.